അടുത്തതായി നമ്മൾ പോകുന്നത് എറണാകുളം മണ്ഡലത്തിലേക്കാണ്. വലിയൊരു പരിവേഷമൊന്നും ഇല്ലെങ്കിൽ, എ ക്ലാസ് പരിവേഷമോ അല്ലെങ്കിൽ സെലിബ്രിറ്റി പരിവേഷമൊന്നും ആരും ഒരു മുന്നണികളും കൊടുത്തില്ലെങ്കിൽ പോലും എല്ലാവരും വളരെ വ്യക്തമായ ഒരു സ്ഥാനാർത്ഥിത്വം നിലനിർത്തുന്ന മണ്ഡലമാണ്. കുറച്ച് നാളുകളായി അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായി ഹൈബി ഈഡൻ സിറ്റിംഗ് എം പി ആയി തുടരുന്ന ഒരു മണ്ഡലമാണ്. യു ഡി എഫിന്റെ കരങ്ങളിൽ സുരക്ഷിതമായ ഒരു മണ്ഡലം എന്ന് വേണമെങ്കിൽ എറണാകുളത്തെ വിശേഷിപ്പിക്കാം. ഇപ്പോൾ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ ആണ്. എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി KN ഷൈൻ എന്ന ഒരു വനിതാ സ്ഥാനാർത്ഥിയാണ്. അതുപോലെ തന്നെ BJP യുടെ സ്ഥാനാർത്ഥി KS രാധാകൃഷ്ണനാണ്. അതുപോലെ മറ്റൊരു സ്ഥാനാർത്ഥി കൂടി അവിടെ ഒരു അർഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വളരെ ഒരു വാർത്താ പ്രാധാന്യം നേടിയിട്ടുണ്ട്. അത് കിഴക്കമ്പലം അല്ലെങ്കിൽ 2020 സ്ഥാനാർത്ഥിയാണ്. കേരളത്തിൽ പുതുതായി മുളച്ചു വന്നൊരു പാർട്ടിയെന്നോ അല്ലെങ്കിൽ പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിപ്പെടുന്ന ഒരു പാർട്ടിയെന്നോ പറയാവുന്ന വിശേഷിപ്പിക്കാൻ തരത്തിലുള്ള 2020 ഒരു സ്ഥാനാർത്ഥി കൂടെയുണ്ട്. ആന്റണി ജൂഡ് എന്നാണ് ആ സ്ഥാനാർത്ഥിയുടെ പേര്. അത്തരത്തിൽ ഇത്ര 4 സ്ഥാനാർത്ഥികളാണ് പ്രധാനമായും അവിടെ വിധി തേടുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആര് എന്ന് പറഞ്ഞാൽ സിറ്റിംഗ് MP ഹൈബി ഈഡന് മികച്ച ഒരു മേൽക്കോയ്മ എപ്പോഴും നിലനിൽക്കുന്ന ഒരു മണ്ഡലമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ അവിടെ ഒരു അട്ടിമറി സംഭവിക്കുമോ എന്നുള്ളത് നമുക്ക് വലിയൊരു ചോദ്യചിഹ്നമാണ്. CR ശ്യാം ചേരുകയാണ്. ശ്യാം, എറണാകുളത്തിന്റെ മണ്ണറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് കഴിഞ്ഞ കുറേ നാളുകളായി അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായി ശ്യാമും സഹപ്രവർത്തകരും ഒക്കെ ചെയ്യുന്നത്. എന്താണ് അവിടുത്തെ ഒരു അടിയൊഴുക്ക്? എങ്ങോട്ടാണ് നമ്മുടെ എറണാകുളം പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാമോ? മാർലിബ, തീർച്ചയായും എറണാകുളം മണ്ഡലത്തിലേക്ക് വരുമ്പോൾ മാർലിബ സൂചിപ്പിച്ചതുപോലെ ഒരു അടിയൊഴുക്കുകൾ, അട്ടിമറിയൊക്കെ നടക്കാനുള്ള സാധ്യത, അത് ഇലക്ഷനാണ്, തിരഞ്ഞെടുപ്പാണ്, അത് എങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ എറണാകുളം മണ്ഡലത്തിൻ്റെ കാര്യം എടുക്കുമ്പോഴും ബഹുഭൂരിപക്ഷത്തിനാണ് അവിടെ കോൺഗ്രസിൻ്റെ ഹൈബി ഈഡൻ വിജയിച്ചിരിക്കുന്നത്. ഇത്തവണ എറണാകുളത്തെ സവിശേഷമാക്കുന്നത് 2020 പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥി, അതായത് ആന്റണി ജൂഡി എന്നൊരു ചെറുപ്പക്കാരൻ ഇത്തവണ നിൽക്കുകയാണ്. അവർ വലിയ പ്രചരണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തുന്നത്. കാരണം ഇടതു വലതു മുന്നണികൾക്കും NDA മുന്നണികൾക്കുമൊക്കെ ഒരു വെല്ലുവിളിയായി തന്നെയാണ് 2020 പാർട്ടി കേരളത്തിൽ ഉറപ്പിക്കുന്നത്. അവരുടെ കാഴ്ചപ്പാടുകൾ, നിരീക്ഷണങ്ങളൊക്കെ ജനങ്ങൾ അത് ഏറ്റെടുക്കുന്നുണ്ട്, ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അവർ മുന്നോട്ട് വെക്കുന്ന വിവിധ വിഷയങ്ങൾ, വിവിധ പ്രവർത്തനങ്ങളൊക്കെ അത് സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ എറണാകുളം മണ്ഡലത്തിലും ചാലക്കുടി മണ്ഡലത്തിലുമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. 2020 സംബന്ധിച്ചിടത്തോളം മികച്ച പ്രവർത്തനം തന്നെയാണ് നടത്തുന്നത്. ഒരു ചെറുപ്പക്കാരനായ ഒരു സ്ഥാനാർത്ഥി കൂടി ആണ് 2020 ആന്റണി ജൂഡി എന്ന് പറയുന്നത്. മറ്റ് ഒരു പ്രത്യേകത, LDFിലെ KJ ഷൈൻ എന്ന വനിതാ സ്ഥാനാർത്ഥിയാണ് LDF അവതരിപ്പിക്കുന്നത്. പറവൂർ മുനിസിപ്പാലിറ്റിയിലെ ഒരു കൗൺസിലർ കൂടിയായ KJ ഷൈൻ, അവർ ഒരു അധ്യാപിക കൂടിയാണ്. KJ ഷൈനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുമായി അടുത്ത് ഇടപെടുന്ന ഒരു പാരമ്പര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നുകൊണ്ട് നേടിയ ഒരു നേതാവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ കാലയളവിനിടയിൽ KJ ഷൈൻ എല്ലായിടങ്ങളിലും ഓടി എല്ലാ വോട്ടർമാരെയും പരമാവധി കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് ഈ മണ്ഡലത്തിൽ തന്നെ വലിയൊരു സ്വാധീനം അല്ലെങ്കിൽ തൻ്റേതായൊരു സ്വാധീനം ഉറപ്പിക്കുവാൻ KJ ഷൈന് കഴിഞ്ഞത് തന്നെ CPMനെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് വലിയൊരു പ്രയോജനം തന്നെയാണ്. കാരണം ഒരു വനിതാ സ്ഥാനാർത്ഥി അവർ രംഗത്ത് ഇറക്കുന്നു, വോട്ടർമാരെ സ്വാധീനിക്കുന്നു. അത്തരത്തിൽ ഒരു പ്രവർത്തനം LDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി. അതേസമയം കുറച്ച് വൈകിയാണ് BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. BJPയെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായി പറയുകയാണെങ്കിൽ അത്ര വലിയ പ്രാധാന്യം ഉള്ള ഒരു മണ്ഡലമല്ല BJPയെ സംബന്ധിച്ചിടത്തോളം, കാര്യമായ വോട്ടുകളൊന്നും കിട്ടുന്ന മണ്ഡലമല്ല. പക്ഷേ ഡോക്ടർ KS രാധാകൃഷ്ണൻ എന്ന ശക്തമായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ അവർ നിർത്തുകയായിരുന്നു. വൈകിയാണെങ്കിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനമെങ്കിലും അവരുടെ പ്രവർത്തനങ്ങളും വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോഴത്തെ മോദി എഫക്റ്റുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ, കേന്ദ്ര സർക്കാരിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തന രീതികൾ, വികസന വാഗ്ദാനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ BJPക്കും നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ പറ്റിയൊരു മണ്ഡലമാണ്. അതേസമയം ഹൈബി ഈഡൻ എന്ന സിറ്റിംഗ് MPയുടെ വോട്ട് ഭൂരിപക്ഷം, കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 1,60,000 കടന്ന ഭൂരിപക്ഷമാണ്. ആ ഭൂരിപക്ഷത്തെ മറികടന്നുകൊണ്ട് എങ്ങനെയാണ് ഇടതു സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ NDA പോലെയുള്ള NDA സ്ഥാനാർത്ഥി 2020 പാർട്ടിയൊക്കെ എങ്ങനെ അത് മറികടക്കും എന്നത് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം, കേരളത്തിൻ്റെ ഒരു പ്രധാന നഗരം തന്നെയാണ് കൊച്ചി. വ്യവസായ വാണിജ്യ നഗരം കൂടിയാണ്. ആ നഗരത്തിൽ മത്സരം എങ്ങനെ നടക്കുന്നു, മത്സരം ഏത് രീതിയിൽ ജനങ്ങൾ ഏറ്റെടുക്കുന്നു, അതും വലിയ വാശിയേറിയ ഒരു ഇതാണ്. കാരണം ഇതെല്ലാം ജനങ്ങളുടെ മനസ്സിൽ തന്നെയാണ്. കാരണം ആര് ജയിക്കുമെന്നുള്ളത് ജനങ്ങളുടെ മനസ്സിൽ തന്നെയാണ്. അവരെല്ലാം തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. അവർ അതേപോലെ തന്നെ അടുത്ത ദിവസം പോളിംഗ് ബൂത്തിലേക്ക് പോകും. അവർ എറണാകുളം മണ്ഡലം ആര് കൈയടക്കണമെന്നുള്ള ഒരു വിധി അവർ രേഖപ്പെടുത്തി റിസൾട്ട് വരുന്നതുവരെ നമുക്ക് എറണാകുളം മണ്ഡലത്തിൻ്റെ ആര് വിജയിക്കുമെന്ന് കാത്തിരിക്കേണ്ടതാണ്.
തീർച്ചയായും എന്തായാലും എറണാകുളം മണ്ഡലം കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു എ ക്ലാസ് മണ്ഡലം തന്നെയാണെന്ന് പറയാം അല്ലേ സി ആർ ഷാം. അതുപോലെ തന്നെ ഈ 1,00,000-ത്തോളം ഹൈബി ഈഡന്റെ ആ ഭൂരിപക്ഷം ഏതെങ്കിലും ഒരു പാർട്ടിക്കാർ ഒരല്പം കുറച്ചെങ്കിലും കൊടുത്താൽ അതും അവരുടെ ഒരു വിജയമായി കണക്കാക്കാമെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, എന്തായാലും എറണാകുളം എന്ന ആ മണ്ഡലത്തിന്റെ വിജയ സാധ്യതകളാണ് ഇപ്പോൾ പറഞ്ഞത്. എല്ലാ തരത്തിലും എല്ലാവരും നല്ല അർഹരായ സ്ഥാനാർത്ഥികൾ തന്നെയാണെങ്കിലും ഹൈബി ഈഡന് ഏറ്റവും മികച്ച രീതിയിൽ ഭൂരിപക്ഷം ലഭിച്ചിട്ടുള്ള ഒരു മണ്ഡലം എന്ന നിലയ്ക്ക് എത്രത്തോളം ഇവരെ ഹൈബീഡിനെ മറികടന്നൊരു വിജയം മറ്റുള്ള പാർട്ടികൾക്ക് സാധ്യമാണ് എന്നുള്ളത് ആശങ്ക ജനിപ്പിക്കുന്നത് തന്നെ ആയിരിക്കണം മറ്റ് മുന്നണികൾക്ക് എന്നുള്ളതാണ് സി ആർ ഷ്യാം പറഞ്ഞത്. എന്തായാലും നന്ദി. ഇതാണ് എറണാകുളം മണ്ഡലത്തിൽ നിന്നുള്ള അടിയൊഴുക്കുകൾ.